അവർ ജെറുസലമിനെ സമീപിക്കവേ ഒരു മരക്കരികെയുള്ള ബേത്ഫഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ. അവിടെ ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സീയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് ബെന്യാമീനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ കണ്ട വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്നും ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു: ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാഗോൽപ്പന്നക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോസാനയെ ഉദ്ഘോഷിച്ച ദേവാലയത്തിൽ ആർപ്പുവിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്നും ബേഥനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. പ്രഭാതമായപ്പോൾ നഗരത്തിലേക്ക് പോകുമ്പോൾ അവൻ വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. നിങ്ങളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മളിന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ദിവസത്തിൻ്റെ ആരംഭത്തിലാണ്. ഹോശാനയും പെസഹയും ദുഃഖവെള്ളിയും കർത്താവിൻ്റെ ഉയർപ്പും ഇവയെല്ലാം കൂടി ചേരുന്ന മഹാരഹസ്യം പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് ഈ ആഴ്ചയിൽ നാം നടത്തുക. കർത്താവിൻ്റെ രക്ഷയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമർത്ഥമായി സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതിനും കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിനും അവ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പുണ്യ ദിനങ്ങളാണ് ഈ ആഴ്ചയിലേത്. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഈ ദിവസം തുടങ്ങി ദുഃഖശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി കുരിശുരൂപം പ്രതിഷ്ഠിക്കുകയും കുരിശുരൂപത്തിന് മുമ്പിൽ ദീപങ്ങൾ തെളിച്ച് ക്രൂശിതനായ ഈശോയ്ക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുകയും അവിടുത്തെ തിരുരക്തം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ പൗത്രീകൃതമാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ സഭയുടെ വലിയ പൈതൃകങ്ങളിൽ ഒന്ന് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും മാർത്തോമാ ശ്ലീഹായിൽ നേരിട്ട് സ്വീകരിച്ച നിരവധി
പൈതൃകങ്ങൾ നമുക്കുണ്ട്. അവയിലൊന്ന് മറ്റ് സഭകളിൽ ഇല്ലാത്ത, നമ്മുടെ സഭയിൽ മാത്രം ഉള്ള പെസഹായുടെ ആചരണമാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പെസഹ വ്യാഴാഴ്ച സന്ധ്യയിൽ കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ചേരുകയും പെസഹ അപ്പം മുറിച്ച് ഭക്ഷിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ അന്ത്യ രാത്രിയുടെയും വിശുദ്ധ കുർബാനയുടെയും പരമസ്നേഹത്തിൻ്റെയും അനന്തമായ ത്യാഗത്തിൻ്റെയും എല്ലാം ഓർമ്മകൾ നാം ആ വിധത്തിൽ പുതുക്കണം. കഴിഞ്ഞ വർഷം പെസഹായുടെ അപ്പം ഒരുക്കുന്നത് എങ്ങനെയെന്നും അത് മുറിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മൾ ഇവിടെ ചിന്തിക്കുകയുണ്ടായി. അത് 13 കഷ്ണങ്ങളായി ആദ്യം നാം മുറിക്കുന്നു. 12 അപ്പസ്തലന്മാരെയും ഈശോയെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട്. വീട്ടിൽ അത്രയും പേര് അത് ഭക്ഷിക്കുന്നതിന് ഇല്ല എങ്കിലും ഉണ്ടെങ്കിലും ആദ്യം അത് 13 കഷ്ണങ്ങൾ ആകത്തക്ക വിധം നാം മുറിക്കുകയും പിന്നീട് മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സ്വീകരിച്ച് നമ്മളത് ഭക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ പള്ളിയിലും നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കുടുംബം എന്ന നിലയിൽ ഇവിടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരായ ആളുകളുടെ നേതൃത്വത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയും പ്രാർത്ഥനയും പാന വായനയും എല്ലാം നടത്തുന്നതാണ്. ഓശാനയുടെ ഈ പുണ്യ ദിവസം സുപ്രധാനമായ ഒരു ചിന്ത നമ്മുടെ ധ്യാനത്തിന് പ്രാർത്ഥനയ്ക്ക് നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നാം കർത്താവിൻ്റെ ചുറ്റിലും കൂടിയ ധാരാളം ആളുകൾ അവന് ഓശാന വിളിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും പുകഴ്ത്തുന്നതും അവൻ്റെ സാന്നിധ്യത്തിൽ ആവേശഭരിതരാകുന്നതും നാം കാണുന്നു. ഓശാനയുടെ ഈ ദിവസത്തിൽ നിന്നും പെസഹായുടെ രാത്രിയിലേക്ക് 4 ദിവസത്തിൻ്റെ ദൂരമേ ഉള്ളൂ. 4 ദിവസം കഴിയുമ്പോൾ ഇതേ ജനക്കൂട്ടം തന്നെ ഓശാന ദിവസത്തെ അതേ ആവേശത്തോട് അതിൻ്റെ നേരെ വിപരീതമായ വാക്കുകൾ അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. നമുക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ചോദ്യം, ഈ 4 ദിവസം കൊണ്ട് വലിയ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാവങ്ങളിൽ നിന്നും വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും വധിക്കാൻ മാത്രമുള്ള കോപത്തിൻ്റെയും വികാരത്തിലേക്ക് ഈ ജനങ്ങൾ വേഗം മാറിയത് എന്തുകൊണ്ട്? 3 ഉത്തരങ്ങളാണ് വേഗം നമുക്ക് അതിന് ലഭിക്കുക. ഒന്നാമത്, വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള ഒരാവേശമാണ് ജനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈശോ തന്നെ അത് പറയുന്നുമുണ്ട്. ജനക്കൂട്ടത്തിന് അറിഞ്ഞുകൂടാ എന്തിനാണ് അവർ ഈശോയെ സ്തുതിക്കുന്നത്. അതുപോലെ ജനക്കൂട്ടത്തിന് അറിഞ്ഞുകൂടാ എന്തിനാണ് അവർ ഈശോയെ വധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ്, മറ്റൊരു കാരണം കൊണ്ടുമല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. തെറ്റായ ഉദ്ദേശത്തോടെയാണ് കർത്താവിനെ അവർ അന്വേഷിച്ചതെന്ന് ഈശോ പറയുന്നു. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ധാരാളമായ ജനങ്ങൾ അവന്റെ ചുറ്റും കൂടിയപ്പോൾ ഈശോയുടെ മനസ്സെന്തായിരുന്നു എന്ന് സുവിശേഷൻ പറയുകയാണ്. എന്നാൽ അവരിൽ ആരെയും വിശ്വസിച്ചില്ല. കാരണം അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആരെയും അവൻ വിശ്വസിച്ചില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ താൽക്കാലിക ലാഭങ്ങളും അപ്പത്തിൻ്റെ രുചിയും അതിനുവേണ്ടിയുള്ള മോഹങ്ങളുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് കുരിശിൽ വെച്ച് ഈശോ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന്
ഇവർ അറിയുന്നില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിനെ ഇങ്ങനെ സ്തുതിക്കുന്നതിൽ നിന്നും അപമാനിക്കുന്നതിലേക്കും വധിക്കുന്നതിലേക്കും എത്തുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഈ വസ്തുതകൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അറിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്ക് വരുന്ന അപകടമാണ് അവിടെ നാം തിരിച്ചറിയുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തില് യഥാർത്ഥ ജ്ഞാനത്തെ പറ്റി അപ്പസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനത്തിന്റെ 8 ലക്ഷണങ്ങൾ അപ്പസ്തലൻ പറയുകയാണ്. അത് പരിശുദ്ധമാണ്, സമാധാനപൂർണമാണ്, സൗമ്യതയുള്ളതാണ്, വിധേയതപൂർവകമാണ്, കരുണാപൂരിതമാണ്, സത്ഫലദായകമാണ്, അചഞ്ചലമാണ്, നിഷ്കപടമാണ്. അതിന് നേരെ മറിച്ചാണ് ജ്ഞാനമില്ലായ്മ അല്ലെങ്കിൽ ഭോഷത്വം. അത് അശുദ്ധിയുള്ളതാണ്, അക്രമത്തിൻ്റെ നിറവ്, ക്രോധമുള്ളത്, അനുസരണക്കേടുള്ളത്, ക്രൂരമാണ്, ദുഷ്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്, സഞ്ചരിക്കുന്നതാണ്, സ്ഥിരതയില്ലാത്തതാണ്, നിഷ്കപടതയുടെ സ്ഥാനത്ത് കാപട്യമുള്ളതാണ്. ഈ കാപട്യം ആണ്, യഥാർത്ഥ ജ്ഞാനമില്ലായ്മയാണ് യേശുവിനോടുള്ള മനോഭാവത്തിൽ ആളുകൾക്ക് വ്യത്യാസം വരാൻ ഇടയായത്. ഭാരതത്തിലെ മുനിമാരെ പറ്റിയുള്ള മനോഹരമായ ഒരു കഥ പോലത്തെ സംഭവം. ഒരിക്കൽ നമുക്കറിയാം, ഭാരതത്തിലെ ട്രെയിൻ യാത്ര വളരെ ദുരിതപൂർണമാണ്. എന്നും വളരെ തിരക്കുള്ള ഒരു തീവണ്ടിയിൽ ഒരു സന്യാസി കുറേയേറെ ഭാണ്ഡക്കെട്ടുകളുമായി ആൾക്കൂട്ടത്തിനിടയിലൂടെ ട്രെയിൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ധൃതിയിൽ ട്രെയിനിൽ പ്രവേശിക്കാൻ ഓടിക്കൂടിയ ആളുകൾ സന്യാസിയെ കളിയാക്കി, ലോകവും എല്ലാം ഉപേക്ഷിച്ച ഈ സന്യാസിക്ക് എന്തിനാണ് ഈ ഭാണ്ഡക്കെട്ടുകൾ? ഞങ്ങളെപ്പോലെ ചെറിയ ബാഗുമായിട്ട് യാത്രയ്ക്ക് ഇറങ്ങിയാൽ പോലെ വലിയ ഭാണ്ഡങ്ങളുമായി എന്തിനു കയറിയിരിക്കുന്നു? ട്രെയിനിൽ കയറിയ ശേഷവും അവർ സന്യാസിയെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. യാത്ര തുടർന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ട്രെയിൻ ഒരു പുഴയുടെ മുകളിൽ പാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സന്യാസി 2 കൈ മടിച്ച് അവിടെ നിന്ന് എല്ലാവരെയും നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് സന്യാസിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ഭാണ്ഡക്കെട്ടുകളും സർവ്വതും നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. സന്യാസി ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് ധൈര്യമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സകലതും നദിയിലേക്ക് വലിച്ചെറിയാൻ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു, വലിച്ചെറിയും. അപ്പോൾ ഓരോരുത്തർക്കും എൻ്റെ ബാഗിൽ പാസ്പോർട്ട് ഇരിപ്പുണ്ട്, എൻ്റെ ബാഗിൽ മറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ ബാഗിൽ പണമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ്. സന്യാസി പറഞ്ഞ്, ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്കെല്ലാം എറിയാനുള്ള ധൈര്യമുണ്ട്, നിങ്ങൾക്ക് ആ ധൈര്യമില്ല. ധൈര്യമില്ലാതിരുന്നിട്ട് പോലും നിങ്ങൾ ഏതോ ഒരു ധൈര്യം ഭാവിച്ചുകൊണ്ട് ഞാൻ ഭീരു എന്ന് കരുതി എന്നെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തു. പൊതുജനങ്ങളുടെ വികാരാവേശങ്ങളെല്ലാം ഇതുപോലെയാണ്. സത്യമറിയാതെയുള്ള ഒരാവേശ പ്രകടനം മാത്രം. അതിൽ നിന്ന് മാറി യഥാർത്ഥ സത്യം ക്രിസ്തുവിനെ സംബന്ധിച്ചത് അറിയാനും അന്വേഷിക്കാനും അനുഭവിക്കാനും ഈ ആഴ്ച നമുക്ക് നീക്കിവെക്കുന്നു. രണ്ടാമത്, ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട സ്തുതിയല്ല, നേരെ മറിച്ച് അധരത്തിൽ നിന്നും പുറപ്പെട്ട സ്തുതിയാണ് ഹോസാനകളായി കർത്താവിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് എത്തിയ ഉടനെ ഈശോ പ്രതീകാത്മകമായ വലിയ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ദേവാലയം ശുദ്ധീകരിക്കുന്നു. ആ ദേവാലയം ആ ജനങ്ങളുടെ തന്നെ ഹൃദയത്തിന്റെ പ്രതീകമാണ്. ജെറുസലേം ഒരേ സമയം ആരാധനയുടെ കേന്ദ്രമാണ്, അതേസമയം വിഗ്രഹാരാധനയുടെ കേന്ദ്രവുമാണ്. ഒരേ സമയം അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്, അതേസമയം ശാപത്തിൻ്റെതുമാണ്. നന്മയുടെ ഭണ്ഡാരമാണ്, അതേസമയം തിന്മയുടെ കൂമ്പാരവുമാണ്. അതുകൊണ്ടാണ് ഈശോ ജെറുസലേമിലേക്ക് എത്തിയ ഉടനെ
ആ ദേവാലയം ശുദ്ധി ചെയ്തത്. നമ്മളും നമ്മുടെ ഹൃദയങ്ങളെയും കർത്താവിൻ്റെ സാന്നിധ്യം വഴി ശുദ്ധി ചെയ്യുന്നതിന് നമ്മുടെ ഹൃദയത്തിലുള്ള വിദ്വേഷവും ശത്രുതയും അഹങ്കാരവും നമ്മുടെ തന്നിഷ്ടങ്ങളും എല്ലാം മാറ്റിവെക്കുന്നതിന് ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം. യാക്കോബ് ശ്ലീഹ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ പാപികളെ, ഇരട്ടത്താപ്പുകാരെ, എത്ര നാൾ നിങ്ങളിങ്ങനെ മുൻപോട്ട് നീങ്ങും എന്ന് ആദിമസഭയിലെ ആളുകളോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളോടും അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരട്ടത്താപ്പുകളും, നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ മാലിന്യങ്ങളും കഴുകിക്കളയാനുള്ള വലിയ ദിവസങ്ങളാണ്. മൂന്നാമത്തെ കാരണം, നമ്മളിന്ന് വായിച്ച തിരുവചനത്തിൽ ഓശാനയുടെ തുടർച്ചയായി ഈശോ ദേവാലയം ശുദ്ധി ചെയ്ത് ഉടനെ തന്നെ യേശു ചെയ്യുന്ന പ്രവൃത്തി ഒരു വൃക്ഷത്തെ ശപിക്കുകയാണ്. ഫലങ്ങളില്ലാത്ത ഒരു വൃക്ഷം. നമ്മുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഈ കുരുത്തോലകൾ, അത് അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് നാം കരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത്. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും അവനെ സ്തുതിക്കാനുള്ള നമ്മുടെ താല്പര്യത്തിൻ്റെയും എല്ലാം പ്രതീകമാണ്. എന്നാൽ ആദ്യത്തെ ജനങ്ങൾ അവരുടെ കരങ്ങളിൽ പിടിച്ചിരുന്ന ആ കമ്പുകൾ അവയൊരിക്കലും കായ്ക്കില്ല, അവയ്ക്ക് വേരില്ല, അവയിൽ ഫലങ്ങളില്ല. അത് വെറും ഇലകൾ മാത്രമാണ്, ഇലകളുടെ ഒരു ചാഞ്ചാട്ടം മാത്രമാണ്. വേരുള്ള ഫലങ്ങളുള്ള വൃക്ഷമാണ് കർത്താവിന് ആവശ്യമുള്ളത്. ബാക്കിമായ മോടികളും ആഡംബരങ്ങളും ആഘോഷങ്ങളുമല്ല, വേര് സ്ഥായിയായ ചില മൂല്യങ്ങളിൽ ജീവിതം ഉറപ്പിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം അവർ വെട്ടിമുറിച്ച് കൈകളിൽ പിടിച്ച ആ ശിഖരങ്ങൾക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ഉണങ്ങാതിരിക്കാനുള്ള ആയുസ്സില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഓശാന എന്ന് പറഞ്ഞ അവര് വ്യാഴാഴ്ച രാത്രിയായപ്പോൾ ആ ഇലകൾ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. അതിന് വേരില്ലായിരുന്നു, അതിന് ഫലങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് അതിനെ ശപിച്ചു. ശിഷ്യന്മാർക്ക് അത്ഭുതമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം വേരില്ലാത്ത, ഹൃദയത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത, ജീവിതത്തിൻ്റെ ആഴമില്ലാത്ത സ്തുതിപ്പുകളും പ്രവൃത്തികളും ജീവിത ശൈലികളും സ്വീകരിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഫലങ്ങളുള്ള നല്ല വൃക്ഷമായി നാം തീരണം. അത് ഫലങ്ങളുടെ കാലം അല്ലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പ്രത്യേകം പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്. നാം ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് നമുക്ക് പ്രത്യേക ന്യായീകരണങ്ങൾ നാം പറയും. ഞാൻ ഇതിനോട് സഹകരിക്കാത്തത് എനിക്കിതിൽ ഭാരവാഹിത്വമില്ല, അതുകൊണ്ടാണ്. ഞാനിതിനോട് പങ്കുചേരാത്തത് ഇതെൻ്റെ ഉത്തരവാദിത്വമല്ല, അത് ഫലങ്ങളുടെ കാലമല്ല, എൻ്റെ ചുമതലയല്ല ഇത് എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകാൻ നിവൃത്തിയില്ല. എല്ലാ സമയത്തും. ഒരിക്കല് തൃശ്ശൂര് ഒരു പള്ളിയില് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അയാളുടെ മകളുടെ വിവാഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി അവിടുത്തെ അച്ഛനെ സമീപിച്ച ഒരു കാര്യം അവിടുത്തെ അഭിനന്ദ പിതാവ് ഒരു പ്രത്യേക സന്ദർഭത്തിലെ പ്രസംഗത്തില് സൂചിപ്പിക്കുകയുണ്ടായി. ആ വ്യക്തി സാധാരണക്കാരനായിട്ട് അവിടെ ചെന്നു. മകളുടെ വിവാഹം പാലായടുത്ത് പൂഞ്ഞാറ് പള്ളിയിൽ വെച്ചാണ് നടത്തേണ്ടത്. അതിന് പള്ളിയിൽ നിന്നും ഒരു കത്ത് കിട്ടേണ്ട ആവശ്യമുണ്ട്. ഒരു ദിവസം ചെന്നപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. രണ്ടാമത്തെ ദിവസം പിന്നീട് ചെന്നപ്പോൾ വൈകുന്നേരമായി, പ്രാർത്ഥനയുടെ സമയമാണ്, ഇന്ന് സാധിക്കില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ചെന്നപ്പോൾ അക്കൗണ്ടന്റ് അവിടെ ഇല്ല, അതുകൊണ്ട് എന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് ബിഷപ്സ് ഹൗസിൽ ചെന്ന് പറഞ്ഞു, ഞാനിവിടെ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്, എൻ്റെ വീട് പൂഞ്ഞാറിലാണ്, എൻ്റെ മകളുടെ വിവാഹമാണ്, ഒരു കത്തിന് വേണ്ടി ഇവിടെയുള്ള ഒരു പള്ളിയിൽ 3 പ്രാവശ്യം ഞാൻ എത്തി, എനിക്ക് ലഭിച്ചില്ല. പിതാവ് അപ്പോൾ തന്നെ കത്തെഴുതി കൊടുത്ത് അദ്ദേഹം ആരെന്ന്
തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ആദരിച്ചു. ഇത് തൃശ്ശൂർ രൂപതയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും സംഭവിക്കാവുന്ന കാര്യമാണ്. അത് ഫലങ്ങളുടെ കാലമല്ല, ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഇത് കണക്ക് എഴുതേണ്ട സമയമല്ല, ഇത് ഞായറാഴ്ചയാണ്. ഇത് ചെയ്യേണ്ട കാര്യമല്ല. നന്മ ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നവരെ ദൈവം സ്വീകാര്യരായി കണക്കാക്കുകയില്ല. എല്ലാ കാലത്തും ഏത് സമയത്തും നന്മ ചെയ്യുന്നതിന്, ഫലങ്ങൾ നൽകുന്നതിന് പ്രാപ്തിയുള്ളവരാകണം എന്ന് നല്ല ഈശോ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം. നല്ല ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.